2025-26 വർഷത്തെ സംസ്ഥാന മദ്യനയത്തിന് മന്ത്രിസഭ അനുമതി നൽകി. ടൂറിസം, വ്യവസായ മേഖലകളിൽ കൂടുതൽ ഇളവ് നൽകുന്നതാണ് പുതിയ മദ്യനയം. പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി നൽകുക. ശ്രീനാരായണ ഗുരു ജയന്തി ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിൽ പ്രത്യേക അനുമതി ഉണ്ടാകില്ല. കേന്ദ്ര സർക്കാർ നടത്തുന്ന കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിൽ വ്യാവസായിക ടൂറിസം മേഖലയിലെ തനതു വരുമാനം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം. കോവിഡിന് ശേഷം വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് കേരളത്തിലുണ്ടായത്. 1-ാം തീയതികളിലെ മദ്യനിരോധനം വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉൾപ്പെടെ വൻ വ്യാവസായിക സംരംഭകരെയാണ് സംസ്ഥാനം ആകർഷിക്കുന്നത്. ഇതിനും ഡ്രൈഡേ തടസ്സമാകുന്നു എന്ന് കണ്ടാണ് 1-ാം തീയതിയിലെ ഡ്രൈഡേക്ക് പ്രത്യേക അനുമതി വാങ്ങിയുള്ള ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. മൈസ് ടൂറിസം ഇടങ്ങളിൽ 1-ാം തീയതിയും മദ്യം നൽകാനാണ് അനുമതി. മീറ്റിംഗുകൾ, കോൺഫറൻസസ്, എക്സിബിഷൻസ് എന്നിവ ഉൾപ്പെടുന്ന വിനോദസഞ്ചാരമാണ് മൈസ് ടൂറിസം. ബാർ, ഹോട്ടലുകൾ പരിപാടിയുടെ വിവരങ്ങൾ കാണിച്ച് അപേക്ഷ നൽകുന്ന അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറാണ് അനുമതി നൽകുക. നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് വലിയൊരു സംഘത്തെ എത്തിച്ചു നടത്തുന്ന വിവിധ പരിപാടികളാണ് ഇതിൽ ഉൾപ്പെടുക. ഇതിനായി പ്രത്യേക ഫീസും ഈടാക്കും. ശ്രീനാരായണ ഗുരുജയന്തി അടക്കം നിയമപ്രകാരം മദ്യനിരോധനമുള്ള വർഷത്തിലെ 6 ദിവസങ്ങളിൽ ഈ ഇളവ് ലഭ്യമാകില്ല. ഈ അവധി ദിവസങ്ങൾ 1-ാം തീയതിയാണെങ്കിലും ഇളവ് ബാധകമായിരിക്കില്ല. ഇന്ത്യൻ രജിസ്ട്രി ഓഫ് ഷിപ്പിംഗ് സർട്ടിഫിക്കേഷൻ ഉള്ള യാനങ്ങളിൽ മദ്യം വിതരണം ചെയ്യാൻ അനുമതി നൽകും. യാനങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് മാത്രമാണ് മദ്യം വിതരണം ചെയ്യാൻ അനുമതി ലഭിക്കുക. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ ഇളവുണ്ടാകില്ല. ആരാധനാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും നിലവിലുള്ള ദൂരപരിധിയായ 400 മീറ്ററിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് കരട് മദ്യനയത്തിൽ പറയുന്നു. പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനും മദ്യനയം അനുമതി നൽകുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.